നമ്മള് ഒരുപാട് സങ്കട വാർത്തകളൊക്കെ കേട്ടിട്ട് അവസാനം ഇങ്ങനെ ഒരു സമാധാനമായിട്ടുള്ള സ്ഥലത്ത് വന്നേക്കല്ലേ. എങ്ങനെ ഉണ്ട് ഇവിടെ വന്നപ്പോ? ഭയങ്കര സന്തോഷമാണ്. പക്ഷെ സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയില്ല, അത് ദുഃഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഞാനിനി ഇവിടെ തന്നെ നിൽക്കാനാ തീരുമാനം. ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് എവിടെയും കിട്ടാനില്ല. അത് അവളുടെ പുറകിൽ നിന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ ഒരു ബ്രദറാണ് കളിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ആത്മഹത്യ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി മാറിയേ, അപ്പൊ അത്രയും ലാഭമില്ല. ഇനി അതൊന്നും ഞാൻ താങ്ങാൻ തയ്യാറല്ല എന്ന് വിചാരിച്ചു. പിന്നെ അവസാനം ഈ ഒരു സ്റ്റേജ് വന്നപ്പോ എനിക്ക് ഭ്രാന്തായ പോലെ ആയിപ്പോയി. എന്റെ ആദരം ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കണം, കട്ടഹസിച്ച് ചിരിക്കണം. കൊറേ ദിവസം ഇങ്ങനെ ഷുഗറിന്റെ മരുന്നൊക്കെ ഒരുപാട് അതൊക്കെ നിർത്തിക്കളഞ്ഞു, എല്ലാം നിർത്തി. ഭക്ഷണവും ഇല്ല, അതും 5-6 എടുത്ത് കഴിക്കും. വെള്ളവും കുടിക്കാതെ തളർന്ന് കിടക്കും. നമുക്ക് ഇതൊന്നും താങ്ങാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് അതേ അറിയാൻ പാടുള്ളായിരുന്നു. ഞാൻ അവിടെയല്ല, എനിക്ക് അമ്മ സംഘടന വെച്ച് തന്ന വീട്ടിലാണ് ഞാൻ നിൽക്കണത്. കിടക്കാൻ ചെല്ലുമ്പോൾ ഷീറ്റ് വലിച്ചു മാറ്റല്, എൻ്റെ കട്ടിൽ എൻ്റെ കിടക്കുകയാണ്. എന്നിട്ട് അവിടെ ഞാൻ കിടക്കാൻ ചെല്ലുമ്പോൾ മറിയെന്നും പറഞ്ഞ് എന്തിനാ ഇങ്ങനെ എന്നോട് കാണിച്ചെന്ന് അപ്പോഴാണ് ഞാൻ ആലോചിക്കണം. എന്നാലും ഞാനൊന്നും പറയാറില്ല. അങ്ങനെയൊന്നും പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാനിക്കിപ്പോൾ അവസ്ഥ വരില്ലായിരുന്നു. ഞാനെല്ലാം ക്ഷമിച്ച്. നാനി വന്നെന്ന് പറയും ഭയങ്കര ഇതുകൊണ്ട് ദൈവം എഴുന്നള്ളി വന്നതുപോലെ എന്നെ കണ്ടുകൊണ്ടിരുന്നു. നമുക്ക് എന്ത് കാര്യം അതൊക്കെ ചോദിക്കാൻ എല്ലാം അറിയണ ഒരാളല്ലേ മോളില് വിചാരിച്ചിട്ട് ഞാൻ ആരുടെ അടുത്തും തിരുത്താനൊന്നും പോകുന്നില്ല. നമ്മ അങ്ങനെ വളർന്നിട്ടില്ലല്ലോ. അപ്പൊ എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായില്ല. ഞാനല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിള്ളേരുടെ പഠിപ്പ് കാര്യമാണെങ്കിലും ഇവര് താമസിച്ച വാടക കാശ് ഒക്കെ അങ്ങനെ ഞാൻ മുതലേ നോക്കുന്നുണ്ട്. സങ്കടമായി. പെട്ടെന്നുള്ളൊരു ഇങ്ങനെ ആയപ്പോഴുണ്ടല്ലോ, നമുക്കിപ്പോ അപ്പനില്ല അമ്മയില്ല, കെട്ടിയാ മരിച്ച് ആ ഒരവസ്ഥയെ നമുക്ക് താങ്ങാൻ പറ്റൂലല്ലോ. ഇങ്ങനത്തെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോ പുറം ലോകത്തൊന്നും അറിയാണ്ട് ജീവനോടെ ഉണ്ടാവില്ല. ഒന്നെങ്കിൽ അവരെന്നെ പ്രാന്തിച്ചാക്കിയിട്ടില്ല, പ്രാന്താശുപത്രി കൊണ്ടിടും. അല്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് നോക്കി, എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് അപ്പനും ഇല്ല അമ്മയില്ല അതൊക്കെ ജീവിക്കും. ഹായ്, സിനിമ തെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിനെ പരിചയപ്പെടാനെന്നല്ല ഞാൻ പറയണത്, എനിക്ക് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. 1980 മുതൽ സിനിമകളിൽ ഇങ്ങനെ സജീവമായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനിടയിൽ ഒരുപാട് ബ്രേക്ക് വരുന്നു, പിന്നെ തിരിച്ച് വീണ്ടും വരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. അങ്ങനെ ഇപ്പം അവസാനം ചേച്ചി അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം നമുക്ക് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥകളും ചേച്ചിയുടെ വിശേഷങ്ങളും ചേച്ചിയുടെ കഷ്ടപ്പാടുകളും എല്ലാം നമുക്ക് ഒന്ന് കേട്ടറിയാം. ഇപ്പം നമ്മൾ ഒരുപാട് സങ്കട വാർത്തകളൊക്കെ കേട്ടിട്ട് അവസാനം ഇങ്ങനെ ഒരു സമാധാനമായിട്ടുള്ളൊരു സ്ഥലത്ത് വന്നേക്കല്ലേ. എങ്ങനെ ഉണ്ട് ഇവിടെ വന്നപ്പോ? ഞാനിക്കത് കാരണം അതിന്റെ സന്തോഷം കൊണ്ട് ദുഃഖം കൂടിയാണ് വന്നത്. ആക്ച്വലി ആ മുഖം കണ്ടറിയാം ഒരു പ്രസരിപ്പ്. ഞാൻ വിചാരിച്ചില്ലല്ലോ ഇത്രയും എനിക്ക് സ്നേഹം കിട്ടുമെന്ന്. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ സന്തോഷം പ്രകടിപ്പിക്കാൻ അറിയില്ല, അത് ദുഃഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അത് എന്തിനു കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ആക്ച്വലി ഒരുപാട് വിഷമങ്ങളുണ്ട്. അതെ, ഇപ്പൊ ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കല്ലേ. ഇവരെല്ലാരും നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആണല്ലേ. ഇപ്പൊ എല്ലാം അടിപൊളിയായിട്ട് സമാധാനം ഏറ്റവും വലുത്. ഒരു സമാധാനമായിട്ട് ശരിക്കും. ഇപ്പൊ വീട്ടിൽ നിന്ന് വിളിക്കാറുണ്ടോ അനിയത്തി ആരെങ്കിലും? പിന്നെ അവളിങ്ങനെ ഓരോന്ന് വന്നെന്ന് അറിയുന്നുണ്ട്. അപ്പൊ ഞങ്ങള് 7 മക്കളുണ്ടല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ അങ്ങോട്ട് ഒരാളെ പേരെടുത്ത് നമുക്ക് പറയേണ്ട കാര്യമില്ല. എന്റെ ഇളയ അനിയത്തിയാണ് അമ്മനെ പോലെ എന്നെ എവിടെ പോയാലും നോക്കി വിളിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നു. അപ്പൊ അവള് വിളിച്ചിട്ട് അങ്ങോട്ട് വന്ന് അവരെയും ബുദ്ധിമുട്ടാക്കണ്ടേ, അവരും ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കണല്ലേ. ഞാനിനി ഇവിടെ തന്നെ നിൽക്കാനാ തീരുമാനം. ഇതിൽ കൂടുതൽ സന്തോഷം എനിക്ക് എവിടെയും കിട്ടാനില്ല. അത് അവർക്കറിയില്ലല്ലോ. അപ്പൊ ഞാനൊന്നും അവരോട് പറഞ്ഞില്ല, എൻ്റെ തീരുമാനമല്ലേ അത്. ഞാൻ അത്രയും സന്തോഷത്തിൽ ഇന്നിപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്കപ്പ്. അവിടെ ഞാൻ ഇത്രയും നാളും ഹസ്ബൻഡ് മരിച്ച് അവിടെ നിന്നിട്ട് ഒരാൾ പോലും കിടക്കണ എന്താണെന്നും കൂടി ചോദിക്കാൻ അനിയത്തിമാരില്ല അവിടെ. അവർ കല്യാണം കഴിപ്പിച്ച് പോയേക്കും, ആരും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പം നിൽക്കണ വീട്ടിൽ എന്നോട് ഇപ്പം തർക്കത്തിൽ നിൽക്കണ അനിയത്തിയാണെങ്കിലും ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് ഒരു മാപ്പ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കരച്ചിലാണെന്ന് പറഞ്ഞ്. അത് അവളുടെ പുറകിൽ നിന്ന് കളിക്കണുണ്ട്. എൻ്റെ ഒരു ബ്രദറാണ് കളിക്കണത്. പറഞ്ഞിട്ട് കാര്യമില്ല. അതപ്പോൾ ഓർക്കണം, ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചതെന്നെങ്കിലും ചിന്തിക്കണം. ചിന്തിക്കാതെ അവന്റെ താളത്തിൽ പോയി അവരെല്ലാരും കൈയൊഴിഞ്ഞിപ്പ. സത്യം പറഞ്ഞ എന്നോട് ഇവിടെ നിന്ന് ആരുടെ ഫോൺ എടുക്കാതിരിക്കണം എനിക്ക് നല്ലത്. ഇത് കേൾക്കുമ്പോഴേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അവരെ പറ്റിയൊക്കെ പറയുമ്പോൾ ഞാൻ വളർത്തി പറ്റിയതല്ലേ. അപ്പൊ ആ വിഷമം ഉണ്ടാവും നമുക്ക്.
ഇനി അതൊന്നും ഞാൻ താങ്ങാൻ തയ്യാറല്ല എന്ന് വിചാരിച്ച്. അതിപ്പോഴും പറയുമ്പോഴും കണ്ണ് നിറയാണല്ലേ സങ്കടം കൊണ്ട്. ഈ അനിയത്തിയുടെ മക്കള് നല്ല സപ്പോർട്ടായിരുന്നു. അയ്യോ അതുങ്ങള് പാവങ്ങളാ, ജീവനാണ് എന്നെ. ഇപ്പോഴും അതുങ്ങൾക്ക് ഒരെണ്ണം കുവൈറ്റിലാണ്, അവൾ അവിടെ കിടന്ന് കരഞ്ഞാണെന്ന് വെച്ചാൽ അവരമ്മനെക്കാളും കൂടുതൽ സ്നേഹം എന്നോട്. അപ്പൊ ഈ അമ്മ എന്താണ് ഇങ്ങനെയൊക്കെ എന്നുള്ള രീതിയിൽ അവൾക്ക് അവിടെ നിന്ന് കരയാനല്ലേ പറ്റുള്ളൂ. അല്ല അപ്പൊ അവര് അമ്മ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നേന്നൊക്കെ ഫോൺ വിളിച്ച് ചീത്ത പറയാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിളിച്ച് പറയൊക്കെ ചെയ്ത് എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കണേന്ന് വെച്ചപ്പോഴേക്കും പുറകിൽ ആളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ ആത്മഹത്യ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്തായി മാറിയേ. അപ്പൊ അത്രയും ലാഭമില്ല, എഴുതി കൊടുക്കണം പറഞ്ഞതുകൊണ്ടാണ് പ്രശ്നങ്ങൾ വന്നത്. അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ സങ്കടം പറയാറുണ്ട് അവരുടെ അടുത്ത്, മക്കളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്? ഇല്ല അല്ലേ. അവള് പോയിട്ട് അവളെ ഞങ്ങളൊന്നും അറിയിക്കാറില്ല. അവൾ ഇത്ര ദൂരത്ത് പോയിട്ട് 5-6 മാസമായിട്ടുള്ളൂ. കുറച്ച് പൈസയൊക്കെ കടത്തിലൊക്കെയാണ് പോയേക്കണം. അതെല്ലാം എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ മക്കൾക്കടെ, അവൾക്ക് 2 മക്കളുണ്ട്. ആ മക്കള് ഇവിടെ എൻ്റെ വീട്ടിലാണ് നിന്ന് വെച്ചത്. അവർക്ക് വേണ്ട എല്ലാം ഞാനൊക്കെ തന്നെ ചെയ്തു കൊടുക്കണേണ്. അങ്ങനെ പോണേ. ഇത് ഇവക്ക് എഴുതി കിട്ടണം അവക്കടെ ഇതിലോട്ട്. എൻ്റെ കാലം കഴിഞ്ഞ് ആ ഒരു ഇതങ്ങോട്ട് പിരിമൂപ്പിച്ചവളാ. അതിനനുസരിച്ച് അവള് തുള്ളി. എന്തൊക്കെയാ വീട്ടിലുള്ളപ്പോ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടേണ്ടി വന്നിരുന്നത്? കുത്തുവാക്ക് പറച്ചിലുണ്ട്. കാലം കഴിയുമ്പോൾ നോക്കാം, ആരും നോക്കുന്നോർത്താണ് അങ്ങനെയൊക്കെ പറയും. പിന്നെ ഈ ആധാരം ചോദിച്ചപ്പോഴാണ് കൂടുതലും. അല്ലാതെ തന്നെ പറയും അത് ഇത് ഞാനൊന്ന് അങ്ങോട്ട് തിരികെ ഇങ്ങോട്ട് തിരികെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പം ഞാൻ ഈ ആധാരം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എഴുതി തന്നെ ഒന്നും പറഞ്ഞല്ല. അപ്പോൾ ഒരു ആധാരമുണ്ട്, വേറൊരു ചെറിയൊരു ആധാരം കൂടി ഉണ്ട്, 2 ആധാരം ഉണ്ട്. ഒരു മീൻ വളർത്തുന്നിടത്ത് അതും ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 ആധാരം എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം എനിക്ക് കൊടുക്കാന്ന് പറഞ്ഞേ. അതെ, ഇപ്പൊ തന്നെ എഴുതി കിട്ടണമെന്നുണ്ടായിരുന്നു, തർക്കങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ആധാരം ചോദിക്കാൻ എന്താ ദൈവം ഇടപെട്ടാണ്. ഞാനപ്പോ എനിക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കണുണ്ടായി. ഞാൻ ഈ ഇതും കൂടെയൊക്കെ സങ്കടം കാണുമ്പോൾ ഞാൻ അങ്ങനെ പിന്നെയും ഇങ്ങനെ നമ്മ താഴ്ത്തോട്ട് ഒരു അതങ്ങനെ ജീവിച്ചോട്ടെ, ഞാനിനി എത്ര നാൾ ജീവിക്കാനാണെന്നുള്ള ഇതിൽ അത് വെച്ചിട്ട് മുതലെടുത്തത്. ഇവർ ഈ കാണിക്കണമെന്ന് പറയണതൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ ഒരു ലക്ഷം ചോദിക്കേ, ഞാനൊന്നും ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. പിന്നെ അവസാനം ഈ ഒരു സ്റ്റേജ് വന്നപ്പോ എനിക്ക് ഭ്രാന്തായ പോലെ ആയിപ്പോയി. എൻ്റെ ആദരം ചോദിച്ചിട്ട് ഇങ്ങനെ ചിരിക്കണം, കട്ടഹസിച്ച് ചിരിക്കണം, കെട്ടിയാളും ഒക്കെ കൂടിയോ. അപ്പൊ ഈ പ്രാവശ്യം എൻ്റെ അനിയത്തിയുടെ മോളെ വിളിച്ചപ്പോ എന്താണ് കാര്യം അവിടെ നടക്കുക. അപ്പൊ എൻ്റെ വേറൊരു അനിയത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ അപ്പൊ അവൾക്കും വിശ്വസിക്കാൻ പറ്റില്ല, ഇത് അമ്മയൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയെന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇടപെട്ടിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ എന്നെ അവിടെ നിർത്തും, ഞാനവിടെ നിൽക്കും. ഇവര് മാനസികമായിട്ട് ഒന്നെങ്കിൽ എന്നെ ഭ്രാന്തിച്ചാക്കി എടുക്കും. എനിക്കൊരു ഇത്തിരി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. അമ്മ ഇത്രയൊക്കെ വളർത്തി പോയിട്ടല്ലേ. ആ സ്റ്റേജ് ആയിരുന്നപ്പോ അവസാനം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ വരുമ്പോഴൊക്കെ. അപ്പൊ ഈ ഭക്ഷണമൊക്കെ എന്താ ചെയ്യാറുണ്ടായിരുന്നു? ഭക്ഷണം ഞാൻ ഈ കുത്തൊക്കെ കേട്ട് ഞാൻ കഴിക്കാറില്ല. അവിടെ നിന്ന് ഒന്നും കഴിക്കാറില്ല. ഞാൻ ബ്രെഡാ പഴമ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഞാനത് കഴിക്കും. അതും മേടിച്ച തന്നെ ആൾക്കാരെ ഇവള് മുടക്കിച്ച് നിർത്തിയേക്കണേണ്. എന്താ എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ എന്നെ പീഡിപ്പിച്ച് കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ എഴുതി തരട്ടെ എന്നല്ല, ഞാൻ ഇതുപോലെയൊക്കെ മാനസികമായിട്ട് എന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോ ഞാൻ വേറെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും, കുറച്ച് ദിവസം നിൽക്കും. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവസാനം എനിക്ക് പറ്റാതെ പ്രാർത്ഥനയുടെ ഗുണം കൊണ്ടാണെന്ന് തോന്നുന്നു ഞാനിങ്ങനെ ഈ പുറലോകം ഇതൊക്കെ അറിയാനിട വന്നത്. ഞാൻ കേട്ടു കുറെ ദിവസം ഇങ്ങനെ ഷുഗറിന്റെ മരുന്നൊക്കെ ഒരുപാട് അതൊക്കെ നിർത്തിക്കളഞ്ഞു, എല്ലാം നിർത്തി. ഭക്ഷണവും ഇല്ല. 3-4 ദിവസം വരെയും ഭക്ഷണം കഴിക്കാതെ ഷുഗറിന്റെ മരുന്ന് മേടിച്ചു വെച്ച മരുന്നുണ്ടായി, പഴയ മരുന്ന്. അതും 5-6 എടുത്ത് കഴിക്കും. വെള്ളവും കുടിക്കാതെ തളർന്നു കിടക്കും. അപ്പൊ ഈ തളർന്നു കിടക്കുമ്പോ ആ കട്ടില് തളർന്നു കിടക്കും. മരിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ഇതൊന്നും താങ്ങാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് അതേ അറിയാൻ പാടുള്ളായിരുന്നു. അങ്ങനെ 5-6 ദിവസം അവിടെ കിടന്നാലും ആരും നമുക്ക് കിടന്നാലും ഇല്ല, പോയാലും ഇല്ല, അന്വേഷിക്കാൻ ആരും ഇല്ല. ഇപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ പോകുമ്പോഴും വീട്ടിൽ നിന്ന് ആരും ഇല്ല. അപ്പനും അമ്മ ഉണ്ടെങ്കിലല്ലേ വരുള്ളൂ. എല്ലാവരും അവരവരുടെ കാര്യം അവരൊക്കെ ഒരു നിലയിലായി. പിന്നെ അവർക്ക് എന്നെ അന്വേഷിക്കണം. പിന്നെ ബാധ്യത ഏറ്റെടുക്കാൻ കഴിയില്ല. എൻ്റെ അമ്മ ഇത്തിരി കിടപ്പായിട്ടാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ ഇളയാങ്ങളുടെ വീട്ടിലാരും തറവാട്ട് വീട്ടിൽ. അപ്പോൾ അവൻ്റെ വാർത്താനാണിത്. ഒരാൾ പോയി, ഇനി അടുത്ത ആളെയും കൂടി താങ്ങാൻ ശുശ്രൂഷിക്കാൻ പറ്റൂല എന്നുള്ള തോന്നല്. ഞാൻ അവിടെയല്ല, എനിക്ക് അമ്മ സംഘടന വെച്ച് തന്ന വീട്ടിലാണ് ഞാൻ നിൽക്കണത്. അമ്മച്ചി ഭരിക്കണവരെ ഞാൻ അവിടെ ഉണ്ടായത്. കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്നപ്പോൾ അതിലും വലുത്. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ടൊക്കെ ആലോചിച്ചുണ്ടാക്കി പറയണതാണ് ഈ കേൾക്കണത്. അപ്പൊ ഈ അമ്മ സംഘടന വെച്ചെന്ന വീട്ടിലോട്ട് മാറുമ്പം ഒറ്റയ്ക്കാണോ ആദ്യം മാറിയത്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ എല്ലാവരും ഇത്രയും പിള്ളേരൊക്കെ ആയിട്ട് ജീവിച്ചോണ്ട്
അമ്മച്ചി ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ നിന്നേച്ചത്. അപ്പൊ ഇതിന് ഇവിടെ താമസിച്ചോട്ടെ, എന്റെ ആദ്യം അവരാണല്ലേ വന്ന് ഇല്ല നിന്നെന്ന് വെച്ചാൽ ഞാനും ഉണ്ട്, ഞങ്ങളുടെ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ്. അപ്പൊ ഇതിങ്ങ ജീവിച്ചോട്ടെ, ഈ 2 മുറിയും അങ്ങനെ ഒരു ഇതൊക്കെ ഉള്ളു, കൊച്ചുങ്ങളെ ഇവര് കെട്ടിയാലും കെട്ടിയോളം അവിടെ ജീവിച്ചോട്ടെ, ഞാൻ അമ്മച്ചിയുടെ അടുത്തല്ലേ, അതങ്ങ ജീവിച്ചോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ ഞാനും വന്ന് നിൽക്കും. അങ്ങനെ ആദ്യമൊന്നും കുഴപ്പമില്ല, പിന്നെ ഇവക്ക് എന്തോ തോന്നി എന്നെ അവിടെ നിന്ന് ഓടിക്കണം. അവിടെ നിന്നതിന് ശേഷം പിന്നെ എന്തെങ്കിലും അതെ, ഞാൻ അവിടെ നിന്ന് പോണം, അവൾക്ക് ഇഷ്ടമല്ല ഞാൻ അവിടെ നിൽക്കണേ. എന്നാലും എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, ഞാൻ എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായി. പിന്നീട് ഇവിടെ ഓരോ കുത്തുവാക്കും, കിടക്കാൻ ചെല്ലുമ്പോൾ ഷീറ്റ് വലിച്ചു മാറ്റല്, എൻ്റെ കട്ടിൽ എൻ്റെ കിടക്കുകയാണ്. എന്നിട്ട് അവിടെ ഞാൻ കിടക്കാൻ ചെല്ലുമ്പോൾ മാറി എന്നും പറഞ്ഞ്. അപ്പോഴൊന്നും ഒന്നും ചോദിക്കില്ല അല്ലേ? ഒന്നും ഞാൻ ചോദിച്ചില്ല. വന്ന് കിടക്കുമ്പോൾ ആലോചിക്കണേ എന്തിനാ ഇങ്ങനെ എന്നോട് കാണിച്ചെന്ന്, അപ്പോഴാണ് ഞാൻ ആലോചിക്കണം. എന്നാലും ഞാനൊന്നും പറയാറില്ല. അത് എനിക്ക് തോന്നുന്നു ചില സമയത്ത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊന്നും പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ അവസ്ഥ വരില്ലായിരുന്നു. ഞാനെല്ലാം ക്ഷമിച്ച് ആരാധനയൊക്കെ പോണ്ട്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഇതൊക്കെ കേട്ടുകൊണ്ട് അത്രയും ക്ഷമിച്ച്, ദൈവം അറിയാതെ ഒന്നും നടക്കണില്ല, എല്ലാം നല്ലതിന് വേണ്ടി. എല്ലാം ഉള്ളിലൊതുക്കി ആരുടെ അടുത്തും പറയില്ല. അപ്പം ഈ അയൽവാസികളൊക്കെ അങ്ങനെ, ഞങ്ങളുടെ ഒരു കോമ്പൗണ്ട് അല്ലേ, അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ 2-3 പിള്ളേരൊക്കെ ഉണ്ട്. അവരോടും ആ പിള്ളേരെ ഇങ്ങോട്ട് വിടല്ലേട്ടാ, എനിക്കിഷ്ടമല്ല അവിടെ വന്ന എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ വെച്ചേക്കും. ചേച്ചിനെ പറ്റി അവിടെ കുറ്റം അപ്പൊ ഈ ഓരോ വാക്കിൽ ആ പിള്ളേരുടെ പെരുമാറ്റത്തിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നമുക്ക് എന്ത് കാര്യം അതൊക്കെ ചോദിക്കാൻ, എല്ലാം അറിയണ ഒരാളല്ലേ മോളില് വിചാരിച്ചിട്ട്. ഇപ്പൊ അവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആരുടെ അടുത്തും തിരുത്താനൊന്നും പോകുന്നില്ല, നമ്മ അങ്ങനെ വളർന്നിട്ടില്ലല്ലോ. ഈ അനിയത്തിയുടെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടാണോ നിങ്ങള് സ്വന്തം അമ്മയുടെ ഇവിടെ വന്നേ? പിന്നെ ഇപ്പൊ നിങ്ങൾ പണ്ട് ഒരുമിച്ചല്ലേ താമസിക്കും? അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിങ്ങൾ അനിയത്തിമാരെല്ലാവരും ഒരുമിച്ചല്ലേ പണ്ട് മുതലേ താമസിക്കണ്ടായിരുന്നേ? അപ്പൊ എന്തെങ്കിലും വ്യത്യാസം എന്നെ കൊണ്ട് ആവശ്യം ഉണ്ടായില്ല, ഞാനല്ല അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പിള്ളേരുടെ പഠിപ്പ് കാര്യമാണെങ്കിലും ഇവര് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറന്ന് വാടക താമസിച്ചപ്പോഴും എല്ലാം ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ട് ഇവരുടെ വീട്ടിലെ കാര്യങ്ങളും വാടക കാശും ഒക്കെ അങ്ങനെ ഞാൻ അന്നേ മുതലേ നോക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇങ്ങനെ ഒരു ചേച്ചിക്ക് അവസ്ഥ വന്നപ്പോഴാണ് അവര് തള്ളി പറയാൻ. ഇപ്പോഴാണ് ഇവരുടെ ഒക്കെ തരുന്നറിയാം ഞാൻ അറിഞ്ഞത്. അന്നൊന്നും നമ്മ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അത്ര പോലെ നമ്മളെ ഭയങ്കര എന്നെ നാനിന്ന് എല്ലാവരും കൊച്ചുങ്ങളൊക്കെ ഈ നാനി വന്നെന്ന് പറയും ഭയങ്കര ഇതുകൊണ്ട് ദൈവം എഴുന്നള്ളി വന്നതുപോലെ എന്നെ കണ്ടുകൊണ്ടിരുന്നു. പെട്ടെന്നുള്ളൊരു ഇങ്ങനെ ആയപ്പോഴുണ്ടല്ലോ, നമുക്കിപ്പോൾ അപ്പനില്ല അമ്മയില്ല കെട്ടിയാൽ മരിച്ച് ആ ഒരവസ്ഥ ഇപ്പം നമുക്ക് താങ്ങാൻ പറ്റൂലല്ലോ. അത്രയൊക്കെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. പിന്നെ എങ്ങനെയാണിത്, ആരാണ് ആദ്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അത് ഞാൻ ആധാരം ചോദിച്ചില്ല. അപ്പൊ അട്ടേഴ്സ് ചിരിച്ച് ഒരു പ്രാന്തിച്ചെടുത്ത് കാണിക്കണമല്ലേ. അപ്പൊ അന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ആധാരം തന്നെ. അപ്പൊ കൊപ്രാക്കളുണ്ട് ഞങ്ങൾക്ക്, എൻ്റെ ആങ്ങളൊക്കെ കൊടുത്തേക്കണം ഷെയർ. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അവിടെ പോയി 2-3 ദിവസം നിന്ന് ഞാൻ മെമ്പറിനെ വിളിച്ച് വരുത്തി. എൻ്റെ ഈ അവസ്ഥ അത് കണ്ടിട്ട് അതും കൂടെ ഇരുന്ന് കരയണമായിരുന്നു. ചേച്ചി ലോകത്ത് നിന്ന് നടക്കണതാണ്, എന്താണ് കുടുംബം നോക്കിയിട്ട് അവസാന സ്റ്റേജ് ഞങ്ങൾക്കൊക്കെ ഇതൊരു പാഠമാണെന്നൊക്കെ പറഞ്ഞ് അത് കുറേയൊക്കെ അത് പറഞ്ഞു തന്ന് സങ്കടപ്പെട്ട് തന്നെ പോയത്. അപ്പോൾ അവിടെ 3-4 ദിവസം നിന്ന്. അപ്പോൾ ഈ അനിയത്തിനെ കെട്ടിയാൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അതിനെ ഞാൻ വിളിച്ച് എനിക്കെൻ്റെ ആധാരം മേടിച്ചു തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു ബീനെ ഞാൻ മേടിച്ചു തരാം. അത് ഉച്ചയപ്പോൾ കിഡ്നി ഒരെണ്ണെടുത്ത് വല്ല് എടുത്ത് കളഞ്ഞിട്ട് സ്റ്റിച്ചിട്ടിരിക്കണം. എന്നിട്ട് അയാൾ വന്ന് ആധാരം ചോദിച്ച് ആധാരം മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്തു. തന്നില്ല, അത് ഇയാൾ വന്ന് ചോദിച്ചപ്പോ കൊടുത്തു. അത് കോപ്പിയും കൊണ്ടുവന്നേക്ക്. അപ്പൊ എനിക്ക് കോപ്പി ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ഈ ചെക്കനോട് ഞാൻ ചോദിച്ച് ഇത് ഒറിജിനലാണ് കോപ്പിയാണെന്ന് പറഞ്ഞു. നമ്മൾ കോപ്പി എനിക്ക് വേണ്ട, എനിക്ക് ഒറിജിനൽ തന്നെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ആധാരം ഇവിടെ നിന്ന് ഇങ്ങനെ മാറി, ഇവിടെ നിന്ന് ഓട്ടം തുടങ്ങി. അയാളുടെ അടുത്ത് ഇങ്ങനെ എല്ലാം അങ്ങനെ ആക്കി. അപ്പം നമ്മൾ അത്രയങ്ങാട് ഒരു ഇതായിട്ട്. അപ്പം ഇയാൾ എന്നോട് പറഞ്ഞു ഇത് മേടിച്ച് തന്നിട്ടേ പോളെന്ന് പറഞ്ഞിട്ട് 8:30 മണി വരെ അയാളവിടെ കുത്തിയിരുന്ന് ചേച്ചിക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ആധാരം ഇങ്ങനെ ഓടണേണ്, അവിടെ നിന്ന് അങ്ങോട്ട് മാറി ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. അപ്പം ഇയാൾ പറഞ്ഞുകൊണ്ട് കിട്ടി, മേടിച്ച് തന്ന് 8:30 മണിക്ക് അയാൾ തന്നെ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി തന്നു. ഇളയ അനിയത്തിൻ്റെ വീട്ടിൽ. അവൾ മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് വന്നപ്പോഴേക്കും ശാന്തകുമാർ ചേച്ചിനെ വിളിച്ച് ഞാൻ, ചേച്ചിയാണ് എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യണം. ചേച്ചിനെ വിളിച്ച് ഞാൻ ഇതിനിടയ്ക്കൊക്കെ ചേച്ചിനെ വിളിച്ചാൽ കരയണം, കുറേ കരഞ്ഞത് അങ്ങോട്ട് പോകും. അപ്പോൾ ചേച്ചിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ
നീ ഒരു കാര്യം ചെയ്യ, സീമാജി എന്ന് ആരെ വിളിക്കുക, അവള് വിചാരിച്ചാൽ നിനക്ക് എവിടെയെങ്കിലും നിർത്തി തരുമെങ്കിലും ചെയ്തു. അങ്ങനെയാണ് സീമാനെ വലിയവായി കരഞ്ഞോണ്ട് വിളിക്കണത്. അതിന് മുന്നേ സീമ ചേച്ചിനായിട്ട് ഞങ്ങള് മീറ്റിങ്ങിനൊക്കെ വരുമ്പോ കാണാറുണ്ട്, ഇടക്ക് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ സീമ ചേച്ചി ഇത് കേട്ടപ്പോ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സീമ പറഞ്ഞു, ചേച്ചി കരയിൽ ചേച്ചി നമുക്ക് ഇതെങ്കിലും തീരുമാനം, ഞാൻ രണ്ടൊന്ന് സ്ഥലത്തൊക്കെ വിളിച്ച് ചോദിക്കട്ടെ. അത് കേട്ടപ്പോൾ തന്നെ സീമ കുറേ ഉപകാരങ്ങൾ ആൾക്കാർക്ക് ചെയ്യണ്ട. അപ്പം തന്നെ എനിക്ക് ധൈര്യമായി എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തു തരുന്നു ആ ഒരവസ്ഥയായിരുന്നു. വേറെ ആരും ഇതിൻ്റെ അകത്തൊന്നും ഒന്നും നമുക്ക് വേണ്ടി ചെയ്യാനില്ല. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സഹായം ചെയ്യണതല്ലേ. അപ്പോൾ ദൈവത്തെ പോലെ, അതാണ് എല്ലാവരും ദൈവത്തെ പോലെ സീമനെ കാണുന്നത്. അതിനൊരു തീരുമാനം ഉണ്ടാക്കി തന്നില്ല എനിക്ക്. ഇങ്ങനത്തെ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോ പുറം ലോകത്തൊന്നും അറിയാണ്ട് ജീവനോടെ ഉണ്ടാവല്ലോ. ഒന്നെങ്കിൽ അവരെന്നെ പ്രാന്തിച്ചാക്കിയിട്ടില്ല, പ്രാന്താശുപത്രി കൊണ്ടുപോയിടും. അല്ലെങ്കിൽ ഞാൻ വേണ്ടെന്ന് നോക്കി, എന്തിനാ ഇങ്ങനെ ജീവിച്ചിട്ട് അപ്പനും ഇല്ല അമ്മയും ഇല്ലാതൊക്കെ ജീവിക്കും. ഈ അച്ഛനും അമ്മ ഉണ്ടായിരുന്ന കാലത്തൊക്കെ എങ്ങനെയായിരുന്നു? അതെ, ഞങ്ങൾ ഒരു ബിസിനസ്സൊക്കെ ആയിരുന്നു അപ്പച്ചനൊക്കെ. പണ്ടത്തെ ആൾക്കാർ ജോലിക്കൊന്നും പോയില്ല, കൊപ്രയുടെ ബിസിനസ്സായിരുന്നു അത്. എല്ലാവരും ഷെയറൊക്കെ പിരിഞ്ഞ് ചേട്ടനനിയന്മാർ പോയപ്പോഴേക്കും വേറെ ജോലിയൊന്നും പണിയൊന്നും അറിയില്ല. 4.5 ഏക്കറോളം സ്ഥലം ഉണ്ടായി. അപ്പം അങ്ങനെ പിന്നെ 10 സെൻറ്റ് കുടിയാന്മാർക്ക് കൊടുത്ത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആ കാണുന്ന കോമ്പൗണ്ട് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ എല്ലാത്തിനും പഠിപ്പിക്കാനൊന്നും നിവർത്തിയില്ലായിരുന്നു. ഞാൻ 9ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. യൂണിഫോം ഒന്നും മേടിക്കാതെ അങ്ങനെ ഇത്ര വലിയ വീടൊക്കെ കണ്ട ആൾക്കാർ വിചാരിക്കില്ല ഇങ്ങനെയാണെന്ന് അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു അങ്കിള് വഴിയായിട്ട് സിനിമയിലൊക്കെ പോയത്. അങ്ങനെ ഇതുങ്ങളെയൊക്കെ പഠിപ്പിക്കാനും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു അച്ഛനും അമ്മയ്ക്കും? സ്വന്തമായിട്ട് വീട്ടിലോ അതോ വാടക വീട്ടിലാണോ? ഇപ്പോഴും 10-13 മുറികളൊരു വീട്, തറവാട്. അപ്പം അതിന്റെ ഭാഗം വെപ്പ് കാര്യങ്ങൾക്ക് അത് അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് ഞാൻ തന്നെ നിന്ന് തല്ലുപിടുത്തം വേണ്ടല്ലോ, അമ്മച്ചി ഉണ്ടെന്ന് എല്ലാവരും തമ്മി കല്യാണം കഴിച്ചു പോയി ആങ്ങളമാരി. അപ്പം അത് തല്ലുപിടുത്തം ഉണ്ടാവില്ല വീതം വെക്കുമ്പോൾ. ഞാൻ എൻ്റെ ദൈവത്തിനെ കൂട്ടുപിടിച്ച് എല്ലാവർക്കും വീതം വെച്ച് കുറച്ചുള്ള സ്ഥലത്ത് എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കാൻ. ഈ ഇളയവൻ അമ്മച്ചിയുടെ അടുത്ത് തറവാട്ടിലായത് കാരണം അവന് കുറച്ചൊക്കെ അവൻ കൂടുതലെടുത്ത്. ഇപ്പോഴും ആ തറവാട് വീട് ഇപ്പോഴും അങ്ങനെ തന്നെ. അങ്ങനെയാണ് അപ്പൊ സിനിമയിലോട്ട് വരുന്നത്? അങ്ങനെ ഇവരെ പോറ്റാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് സിനിമ അറിയാം, ആകെ സ്കൂളിൽ ഡാൻസ് ഒക്കെ കളിച്ചിട്ടേ ഉള്ളൂ, അല്ലാതെ ഒന്നും എനിക്ക് അങ്ങനെ നമ്മുടെ വീട്ടിലെ ആ ഇതുങ്ങളൊക്കെ നോക്കാനും പിടിക്കാനും വേണ്ടി അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പൊ എത്രാമത്തെ വയസ്സിലാണ് ഇതിലോട്ട് വരുന്നത്? അതൊരു ചാപ്പയെന്ന് പറഞ്ഞ പടത്തിലാണ് ആദ്യം അഭിനയിച്ചത്. അതൊക്കെ ചെറിയ വേഷമെന്ന് തോന്നുന്നു, ബക്കർ സാറിൻ്റെ പടം. പിന്നെ സ്റ്റില്ലൊക്കെ കണ്ടിട്ട് പത്മനാഭൻ സാറ് വിളിച്ച് തിരുവനന്തപുരത്ത് പോയി ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് അങ്ങനെ കള്ളംപൂവത്തിൽ അഭിനയിക്കണം. അപ്പോഴും അറിയില്ല കള്ളംപൂവത്തിന്. അപ്പം 4 പേരെ അറിയണ ഒരു ഇതായില്ലേ, അങ്ങനെ അങ്ങനെ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കപ്പെട്ടു. അതെ, അതല്ലെങ്കിൽ അന്ന് നമുക്ക് ഈ നാട്ടിൻപുറത്ത് ജീവിച്ച കാരണം സിനിമ എന്താണ് നമുക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടണ ഓരോ വർക്ക് കിട്ടുമ്പോഴും വേഷം ചോദിക്കണമെന്നോ പൈസ പറയണമെന്നോ ഒന്നും എനിക്ക് അന്നറിയില്ല. വിളിക്കുമ്പോൾ പോവും. ചിലപ്പോൾ അന്ന് പോകുമ്പോൾ എൻ്റെ അപ്പച്ചനാ കൂടെ വന്നു. അന്ന് മിക്കതും മദ്രാസിലാണ് ഷൂട്ടിങ്. വീട് പറയും മുമ്പേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മദ്രാസിലായിരുന്നു നടന്നിച്ച്. അന്ന് അപ്പച്ചൻ വരുമായിരുന്നു കൂടെ. പിന്നെ ആയനെ കൂടെ ഇങ്ങോട്ടൊക്കെ മാറിയപ്പോഴേക്കും എൻ്റെ കൂടെ ആയ ഉണ്ടാവും. അങ്ങനെ പോയി. അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തു. പിന്നെ കല്യാണം കഴിക്കുന്നു, അതെങ്ങനെ? ഒരു ലവ് അത് നിർത്തി, അഭിനയം നിർത്തിയിട്ട് ഇതുപോലെ തന്നെ ചുരുണ്ടിരിക്കണം വീടിൻ്റെ അകത്ത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് വരാൻ ഇതുങ്ങളെല്ലാത്തിനും പോറ്റാനായിട്ട് എനിക്ക് വേറെ വർക്കൊക്കെ അങ്ങോട്ട് കുറഞ്ഞു കഴിയുമ്പോൾ ഇതുങ്ങളൊക്കെ എങ്ങനെ ഇത്രയോ ഇല്ലേ പഠിപ്പിക്കുകയും ഭക്ഷണം കൊടുക്കുകയും യൂണിഫോം വേണ്ടെടുത്ത് യൂണിഫോം വേണം അങ്ങനെ ചുരുങ്ങി കൂടി വീടിൻ്റെ അകത്ത്. അങ്ങനെ മതിയായിട്ട് അത്രയും മതി എങ്ങനെ പോറ്റുന്നു. അങ്ങനെ അപ്പം അമ്മച്ചി അന്ന് വാസ്തോടുകൂടെ വസിച്ച് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയും പുറത്തോട്ടും പോകുന്ന ഒരാളൊന്നും അല്ല. അപ്പം പറഞ്ഞു ഇവളെ അങ്ങനെ ഒന്ന് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി എപ്പോഴും മൗനമായിട്ട് ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് ഈ സാബു എന്ന് പറഞ്ഞ ആൾ കോഴിക്കോട് വെച്ചാൽ ഞാൻ കണ്ടത്. അങ്ങനെ കല്യാണം കഴിക്കണം, ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കണേണ്. വീട്ടിൽ നിന്ന് എന്നെ വിടൂല്ലല്ലോ, ഞാൻ എല്ലാവരെയും നോക്കണ്ടേ. അങ്ങനെ രണ്ടും കൽപ്പിച്ച്. അപ്പോൾ ഒരു 30 സെൻറ്റ് സ്ഥലം എനിക്ക് തന്നായിരുന്നു വീട്ടിൽ. അത് എൻ്റെ അനിയത്തിയാ പറഞ്ഞ താനിങ്ങനെ വെറുതെ നടക്കല്ലേ, 30 സെൻറ്റ് സ്ഥലം താൻ എഴുതി തൻ്റെ പേരിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. അന്ന് എനിക്ക് സ്ഥലമൊന്നും വേണമെന്നൊന്നുമില്ല, അങ്ങനെ എടുത്തതാണ്. അത് എഴുതി തന്നു. അത് ഇപ്പം ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ട്രാവൽ ഏജൻസി തുടങ്ങും. അപ്പം ഞാനോർത്ത് ആധാരം വെറുതെ ഇരിക്കണമല്ലേ കൊടുക്കുക. അപ്പോൾ എൻ്റെ ചെക്കൊക്കെ ഇട്ട് അത് കൊണ്ടേ കൊടുത്ത് കുറേ ഇച്ചിരി കടങ്ങളൊക്കെ ആയി. ഈ അനിയത്തിനെ കെട്ടിയാൻ തന്നെ അത് തിരിച്ചെടുത്തതിൻ്റെ പൈസ അത്രയും സ്ഥലം അയാളെടുത്ത് ബാക്കി 14 സെൻറ്റ് എൻ്റെ തന്ന് എനിക്ക്. പിന്നെ അവരത് വിറ്റി 1.5 ലക്ഷം രൂപക്കൊക്കെ വിറ്റി. എൻ്റെ കിട്ടിയില്ല കേട്ടോ കാശൊന്നും. അല്ല, അപ്പോൾ 14 സെൻറ്റ് ഇപ്പോൾ എഴുതി തന്നു എന്താ ചെയ്തത്?
അത് വിറ്റല്ല, വിറ്റിട്ട് അല്ല 14 വിൽക്കാൻ പറഞ്ഞു. ഇപ്പൊ ഈ 16 എൻ്റെ അനിയത്തിനെ കിട്ടിയ എൻ്റെ പൈസ മുടക്കിയത്, അത് എഴുതിയത്. ഈ 14 വിറ്റി. അപ്പൊ എൻ്റെ വീടിരിക്കണ സ്ഥലം ബാങ്കിലായിരുന്നു. അത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക്, അപ്പൊ ഹസ്ബൻഡ് ഒന്നത് ഭയങ്കര കുടിയാണ്, കാശ് കണ്ടാ പിന്നെ അത് ഒട്ടും കിട്ടൂല, അത് പോകും. അപ്പൊ എവിടെയെങ്കിലും ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ആ സ്ഥലം മേടിച്ചതൊക്കെ തിരിച്ചെടുത്തോന്നും പറഞ്ഞ് വീടിന് വേണ്ടി അത് ഞാൻ ചെലവാക്കിയത്. അപ്പോഴെന്നെ ഞാൻ ഓർത്തില്ല. ആയെന്ന ആൾക്കാരെ എന്നോട് ഇപ്പൊ യുദ്ധം വെട്ടുന്നത്, അതൊക്കെ അവരുടെ കയ്യിലായി സ്വസ്ഥമായി കഴിഞ്ഞപ്പോ ഇപ്പൊ 30 സെന്റ് നശിപ്പിച്ചെന്നാണ് പറയണത്. ഇത് പോയ വഴി ഇതാണ്. ഞാൻ അന്നും ആഗ്രഹിച്ചിട്ടില്ല, ഇന്നും ആഗ്രഹിച്ചില്ല. ഇപ്പൊ ഈ മീൻവള തന്നെ ഒരു 15 സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അപ്പച്ചൻ വിറ്റതായിരുന്നു, അതെല്ലാം ഞാൻ തിരിച്ചെടുത്തതായിരുന്നു. അപ്പൊ അമ്മച്ചി അന്നേ പറയും നിന്റെ പേരിൽ എഴുതിയിട. അപ്പൊ ഞാൻ ഓർക്കണേ എന്നെ നമ്മുടെ വീട്, ഞാൻ എന്തിനാ അത് എഴുതിയെടുക്കണേ? അതിപ്പോ ശരിക്കും പറഞ്ഞൊരു വല്ലാത്തൊരു പണിയായി മാറിയല്ലേ. പിന്നെ രണ്ടാമത് അഭിനയിക്കാൻ ഇറക്കിയത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഞാനേലി കൊടുത്ത് അങ്ങനെ എനിക്ക് പിന്നിലുള്ള ഷാർജയാണ് ആദ്യം അഭിനയിച്ചത്. തിരിച്ചു വന്നു 13 വർഷം കഴിഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടൊക്കെ ഹസ്ബൻഡ് നല്ല നമുക്ക് എനിക്ക് ആരെങ്കിലും കൂടെ ഇല്ലാതെ പറ്റില്ല. അപ്പൊ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ പിന്നെ ഹസ്ബൻഡ് വരുമായിരുന്നു. അങ്ങനെ കുറെ വേഷങ്ങളൊക്കെ ചെയ്തത്. പിന്നെ ഹസ്ബൻഡ് 2004 അരക്ക് കീഴോട്ട് തളർന്നുപോയി, ചിക്കൻ പോക്സിന് ഇൻഫെക്ഷനായിട്ട്. പിന്നെ അപ്പോഴും ഞാൻ അന്ന് ഫ്ലാറ്റിൽ താമസിക്കണേണ്. അവിടെ സെക്യൂരിറ്റിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പാലക്കാട് വരെ വർക്കിന് പോയിട്ട് അന്ന് തന്നെ തിരിച്ചു പോരും. അങ്ങനെ പോയി ചെയ്യുമായിരുന്നു. തളർന്ന് കിടക്കണില്ലേ. അന്ന് വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമാണ്? അന്ന് ഞാൻ ഇവിടെ നിന്ന് പോയില്ല. എനിക്കിത് ഇയാളെ കല്യാണം കഴിക്കാൻ തന്നെ ഒരു വീട്ടിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് എനിക്കിത് എല്ലാത്തിനും താങ്ങി മതിയായി. ആരോടും ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വീട്ടിൽ വേറെ ആരുമില്ല. അവർ തിന്നും കുടിച്ച എല്ലാവരും നല്ലോണം. ഞാൻ ഒരു ദിവസം പോലും കല്യാണം ഇയാളുടെ കൂടെ പോരും മുമ്പ് തന്നെ ഒരു ദിവസം പോലും കരയാതെ കിടന്നിട്ടില്ല. ആർക്കും അതൊന്നും അറിയണ്ട. അവര് ലാവിഷായിട്ട് എല്ലാരും കൂടി. അപ്പൊ ഈ കല്യാണ ചെലവും കാര്യങ്ങളൊക്കെ ആരാ നോക്കിയിട്ടുണ്ടായിരുന്നത്? ആരുടെ? എന്നെ കല്യാണം കഴിഞ്ഞ ഒരു ബ്ലൗസ് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന നേരത്തെ ഒരു ബ്ലൗസ് തന്നെ മേടിക്കാൻ എൻ്റെ പൈസ ഇല്ല. എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഒന്നും കരുതിയിട്ടില്ലല്ലോ. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോകണമെങ്കിൽ ഒരു അനിയത്തി ഒരു സാരി തന്ന്, ഒരു നീലമ ഉള്ള സാരി, ഒരു നീല ബ്ലൗസ് ഞാൻ എടുത്ത്. അത് തന്നെ, വേറെ ഒന്നും സ്വന്തമായിട്ടൊന്നും ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ ശരിക്കും വിചാരിച്ച ഒരുപാട് പടങ്ങൾ, ഒരു 80ഓളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം ഇത്രയും പടത്തിൽ അഭിനയിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വന്തമായിട്ടൊരു വീട് പോലും വെക്കാൻ പറ്റില്ല എന്ന് സ്വന്തമായിട്ട് ഒരു ഉടുപ്പ് പോലും ഞാൻ മേടിച്ചിട്ടില്ല. സ്വന്തമായിട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ അമ്മച്ചി ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരുടെയും ഒരേ ലീസ്റ്റുമായിട്ട് പറയാനായിട്ട്. അപ്പം അത് നടത്താൻ തന്നെ നമ്മൾ കൊണ്ടുവന്ന കാശിനകത്ത് തികയില്ല. പിന്നെ എങ്ങനെയാ അങ്ങനെ ഇങ്ങനെ മൗനമായിട്ട് ഇരുന്നിരുന്ന് അവരോട് പറയാൻ പറ്റുമോ ഇങ്ങനെ ഏതാണെന്ന്? അപ്പം ഇനി അടുത്തൊരു വർക്ക് നമ്മൾ അങ്ങോട്ട് തേടണമല്ല, നമുക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെയല്ലേ. അപ്പം ഇതുങ്ങളെയൊക്കെ എങ്ങനെ പോറ്റും? അപ്പം അപ്പച്ചൻ്റെ അമ്മയുണ്ട് വീട്ടിൽ. പിന്നെ അപ്പച്ചൻ അറ്റാക്ക് വന്നതാണ്. അപ്പം അതിനുള്ള ഹോസ്പിറ്റൽ ചിലവ്. അപ്പച്ചൻ 56 വയസ്സിൽ മരിച്ച്. അമ്മ 48 വയസ്സ് അമ്മച്ചിക്ക്. അന്നോട്ട് അമ്മച്ചി ഹോസ്പിറ്റലാണ്. അതെല്ലാം നമ്മൾ നോക്കണേ, ഇതുങ്ങളെ നോക്കണം. വയ്യാണ്ടാണോ മരിക്കുന്നത്? അറ്റാക്ക് വന്നതാ. എന്നാലും 3-4 പ്രാവശ്യം ഹോസ്പിറ്റലൊക്കെ കിടക്കേണ്ടി വന്നായിരുന്നു. പിന്നെ അമ്മച്ചി 48 വയസ്സ് തൊട്ട് അമ്മച്ചിക്ക് ഹാർട്ടിന് അസുഖം, കിഡ്നിക്ക് കംപ്ലൈന്റ്, അങ്ങനെ എല്ലാം ഞാൻ തന്നെ. ഇവരാരും ഒന്നുമില്ല, ഒരു 5 ഹോസ്പിറ്റലിൽ കൂടി വന്ന് നിൽക്കൂല. അങ്ങനെ ഓർക്കാൻ പറ്റില്ല ഇതെങ്ങനെ ഞാൻ നടത്തിക്കൊണ്ടുപോയിരുന്നു. ദൈവം അന്നും നമ്മുടെ കൂടെ ഉണ്ടായിട്ട്. ഇവർക്ക് അതൊന്നും അറിയില്ല. ഒറ്റെണ്ണം പോലും പഠിക്കാനും പോവില്ല, ജോലിക്കും പോവില്ല, ഒക്കെ ഇങ്ങനെ വീട്ടിൽ തന്നെ. ഇപ്പം എനിക്കൊരു സപ്പോർട്ടുള്ളത് ഇളയ അനിയത്തി, അവൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പം അവിടെ നിന്ന് ഇറങ്ങിയ ധൈര്യപൂർവ്വം പോകുന്നത് അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്നാണ് ഇങ്ങോട്ട് പോന്നേക്കണത്. അപ്പോൾ അവളൊരു ബാഗൊക്കെ മേടിച്ചെന്ന്, എനിക്കൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ലല്ലോ. ബാഗൊക്കെ മേടിച്ചെന്ന്, കുറച്ച് ഡ്രസ്സൊക്കെ മേടിച്ചെന്ന്, അങ്ങനെ പോകുന്നതാണ്. ഈ അമ്മ സംഘടനക്കാരെങ്ങനെയാണ് ഈ ഒരു അവസ്ഥ അറിയുന്നത്? സീമ വിളിച്ച് സംസാരിച്ച്. അപ്പം എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ബാബു ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ബാബുവിന് ചേച്ചി വീട് വിട്ടു കൊടുക്കരുതട്ടാന്ന് പറഞ്ഞു. ഇടവേള ബാബു അത് ഹസ്ബൻഡ് മരിച്ച് കഴിഞ്ഞപ്പോൾ ഇവര് അറിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വയറ്റിൽ താമസിക്കണം. വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് അറിയണത് ഞാൻ ഈ അവസ്ഥയിലേക്കാണ് ജീവിക്കണമെന്ന്. ഹസ്ബൻഡ് അത് കാണാൻ വേണ്ടിട്ട് വന്നതാണ്. മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ്. പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊണ്ടുപോയി, മോളിന്ന് വീണ് മരിച്ചത്. അപ്പൊ അറിഞ്ഞപ്പോൾ അവിടെ വന്നതാണ്. അപ്പോഴാണ് അറിയണത് ഞാൻ ഇങ്ങനെ അവസ്ഥയിലാണെന്ന്. അപ്പൊ എന്നെ ഒരു പ്രാവശ്യം ചേച്ചിക്ക് വേണ്ടി ജീവിക്കാൻ മറന്നുപോയി. എന്ന് വെച്ചാൽ നല്ല സിനിമയിലൊക്കെ നല്ല വേഷം ചെയ്തപ്പോൾ ഒത്തിരി പൈസ ഒക്കെ ആയിട്ട് ഞാൻ ജീവിക്കണം എന്നാണ് വിചാരിച്ചത്. അപ്പൊ അന്ന് പറഞ്ഞു ചേച്ചി ഒരു 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ
അപ്പൊ അമ്മച്ചി ഉണ്ടായത് കൊണ്ട് ഒരു 3 സെന്റ് സ്ഥലം കിട്ടി ആ വീടായത്. അപ്പം ഈ ഒരു വിഷയം ഇങ്ങനെ അറിഞ്ഞപ്പോ മമ്പ സംഘടനയിൽ ആരെങ്കിലും വിളിച്ചായിരുന്നോ? സീമനെ വിളിക്കണ്ട, ഇവിടെ റേഞ്ച് ഇല്ലല്ലോ, റേഞ്ച് ഇല്ല ഇവിടെ. അപ്പൊ സീമനെ കുറെ പേരൊക്കെ വിളിച്ച് വിവരങ്ങളൊക്കെ തിരക്കിയൊക്കെ ചെയ്തു. ഇപ്പം ഇതേപോലെ തന്നെ ചേച്ചിയുടെ ഒപ്പം ഒരുപാട് സിനിമകൾ കൂടെ ചെയ്തപ്പം എനിക്ക് 1980 മുതലേ സിനിമ ചെയ്യാൻ തുടങ്ങിയതാ. എനിക്കൊക്കെ ബീന ചേച്ചിയുടെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ കല്യാണരാമനിലെ ആ ഒരു ഭവാനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറൊക്കെയാണ് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആവുന്നത്. അപ്പം സലീം കുമാറേട്ടനൊക്കെ ആയിട്ട് കോണ്ടാക്ട് വെച്ചിട്ടുണ്ടോ അതിനുശേഷം? ഇല്ല, സലീം കുമാറിനൊക്കെ വയ്യെന്ന് ഇങ്ങനെ ഫോണിലൊക്കെ കണ്ടായിരുന്നു, വയ്യാതെ നടക്കാനൊക്കെ വയ്യാതെ. അതിക്ക് മുമ്പ് ഈ ഭവാനി തന്നെയായിട്ട് ഏതൊരു ഇവരുടെ തന്നെ സലീം കുമാർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഇതിൽ ഒരു ദിവസത്തെ വേഷം ചെയ്യാൻ ചെയ്തായിരുന്നു, ഭവാനിയായിട്ട് തന്നെ. പടം ഇറങ്ങിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അഭിനയിച്ചെങ്കിലും അങ്ങനെ ആരും സിനിമക്കൊന്നും പോകാറില്ലേ, കാണാൻ ഇല്ല. ഇപ്പൊ തന്നെ കല്യാണരാമൻ ചെയ്ത് ഞാൻ താമസിക്കണ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഈ പെൺപിള്ളേരെ കാണുമ്പോൾ എന്നെ അങ്ങനെ മറിഞ്ഞു വീണ് ചിരിക്കണം. അപ്പം ഞാൻ ഓർമ്മ എന്താ ഇവര് ചിരിക്കണമെന്ന്. പിന്നെ ടി വിയിൽ കണ്ടപ്പോഴാണ് കല്യാണരാമൻ കണ്ടിട്ടാ ചിരിക്കണെന്ന് മനസ്സിലാവുന്നത് അല്ലേ? അപ്പം അങ്ങനെ അഭിനയിച്ച ആരെങ്കിലായിട്ട് ഇപ്പോഴും ഒരു ബന്ധം? ആകെ ഒരു ബന്ധമുള്ള ശാന്തകുമാരി ചേച്ചി മാത്രം. ചേച്ചി ഇടക്ക് വിളിക്കും, അത്രേ ഉള്ള, അല്ലാതെ വേറെ ആരെയൊന്നും അങ്ങനെ വിളിക്കും. അത് ഞാൻ പറഞ്ഞു കേട്ടു, ഇങ്ങനെ പുറത്തേക്ക് പോണെങ്കിൽ തന്നെ ചേച്ചി വന്നാലാണ്. ചേച്ചിയാണ് എന്നെ കൊണ്ടുപോകണം. അപ്പൊ അവിടെ താമസിച്ചു, വൈറ്റിൽ താമസിച്ചിരുന്നപ്പോ ചേച്ചി എന്തെങ്കിലും മേടിക്കാൻ പോകുമ്പോ അങ്ങനെ ഒരിടത്തും ഞാൻ പോകാറില്ല, കൂടെ കൊണ്ടുപോകും. അന്നേരം ഫ്രൈഡ് റൈസാ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഇത് മസാല ദോശ എന്തെങ്കിലും അങ്ങനെ കഴിക്കും. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കരച്ചിൽ, എടി മോളെ നിനക്ക് മസാല ദോശ കഴിക്കണേ. ഞാൻ പറഞ്ഞു ചേച്ചി അത് അന്നല്ലേ, ഇന്നൊന്നും വേണ്ട, എല്ലാം മടുത്ത്, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഭക്ഷണം വേണ്ട, ഒന്നും കിട്ടിയില്ല, അത്രയും ഭയങ്കര സമാധാനം. പക്ഷെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കണം, എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ സ്വർഗത്തിൽ ഇരിക്കണം എവിടെയാണെന്ന് അറിയാൻ പറ്റില്ല. അത്ര എല്ലാവരും ഇത്രയും ദിവസത്തേക്ക് എന്നോട് നല്ലോണം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും സുജയാണെങ്കിലും അവരെല്ലാവരും നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. ആ അമ്മ സംഘടന വീട് വെച്ച് തന്നപ്പം ലാലേട്ടൻ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അല്ല, അത് അവിടെ ഞങ്ങളുടെ ഓഫീസിലാണ്, അവിടെയാണ് എല്ലാവരും വന്നിട്ട് ഇത് തന്നത് എനിക്ക്. അപ്പോൾ ലാലെ പറയാനുണ്ടായി വീട്ടിൽ അവിടെ വന്ന് തന്നെ ഒന്നായിരുന്നു വിചാരിച്ചു. പിന്നെ എല്ലാവരും തിരക്കല്ലേ, അതാണ് ഓഫീസിൽ തന്ന വീട്. അപ്പം അതൊക്കെ ആ സമയത്ത് എന്തായിരുന്നു ചേച്ചിയുടെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്? അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ അതൊരു വിശ്വസിക്കാൻ പറ്റുള്ള ഒരു വീട് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ, ചെറിയൊരു വീടാണെങ്കിലും സ്വന്തമായിട്ടൊരു വീടായില്ലേ. ഇപ്പം അതുണ്ടായത് കൊണ്ട് ഇവരിങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ വന്ന് നിൽക്കാനോ ധൈര്യത്തിൽ നിൽക്കാനൊക്കെ പറ്റി. എന്നല്ല അവിടെ നമ്മൾ ചുരുളനെ അതങ്ങനെ ജീവിച്ചോട്ടെ, ഞാൻ എത്ര നാളെന്നുള്ള ഇതിലായിരുന്നു. അപ്പോഴും കൂടി വന്നപ്പോഴാണ് എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ഇത് പുറം ലോകം അറിയാനും അല്ലെങ്കിൽ എത്ര നാളായെന്നറിയാം ഞാൻ അവിടെ നിന്നുകൊണ്ട് ഉരുകി ഇങ്ങനെ നിൽക്കണം. ഇപ്പൊ എത്ര കാലമായി ശരിക്കും പറഞ്ഞാൽ? എൻ്റെ ഹസ്ബൻഡ് മരിച്ച് 2018 മരിച്ചതേ. അപ്പം എനിക്ക് ഒറ്റക്കൊക്കെ ജീവിക്കാനൊന്നും എനിക്കറിയില്ല. അങ്ങനെ എൻ്റെ ആങ്ങള തന്നെയാണ് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അമ്മ ഉണ്ടായില്ല കൂടെ. അമ്മ മരിച്ച് 1 വർഷമായി. അമ്മ മരിച്ചതോടുകൂടി ആകെ അങ്ങോട്ട് മാറി. അപ്പം ഇങ്ങനെ നമ്മളായിട്ടുള്ള ഒരു വർത്താനമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പോകണമെന്നല്ലേ തോന്നുള്ളൂ. പ്രതികരണമൊന്നും ഇല്ല. ഞാൻ നിന്നെയൊക്കെ നോക്കിയില്ലെന്നൊന്നും ഞാൻ പറയില്ല. പതിയെ അവിടെ നിന്ന് എൻ്റെ വീട്ടിലൂടെ. അപ്പോൾ എല്ലാവരും അമ്മയുടെ അനിയത്തിമാർ പറഞ്ഞു, നിനക്കൊരു വീട് തന്നിട്ടില്ല, നീ അവിടെ പോയി നിൽക്കുക. അവിടെ വന്നപ്പോൾ അതിലും വലിയ പൊട്ടകൾ. ഇവരിങ്ങനെ ആലോചന നടക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. ഇവിടെ വന്ന് അത് ദൈവത്തിൻ്റെ ഒരു കളിയാണ്. മതി മോളെ, നീ ദുഃഖിച്ചത് വിഷമിച്ചത് മതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊന്നും ഇപ്പൊ ഭൂമിയിൽ ഉണ്ടാവുന്നൊന്നും പോണില്ല. ഹസ്ബൻഡ് ആക്ച്വലി എങ്ങനെയാണ് മരണപ്പെടുന്നത്? അത് ഷുഗറൊക്കെ ഉണ്ടായി. ഷുഗർ കുറഞ്ഞു പോയാൽ എന്താണെന്ന് അറിയില്ല, ഓർമ്മയില്ലാതെ പോലെ ആയിപ്പോയി. അപ്പം പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. മോളിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് തീട്ടിപ്പോയി താഴത്തോട്ട് വീണതാ. അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ആളെ കാണല്ലേ. ഞാൻ അവിടെയൊക്കെ ഓടി നടക്കണം. അപ്പൊ ഓണറാണ് വിളിച്ചു പറഞ്ഞത്, ദേ സാബു താഴെ കിടക്കണമെന്ന്. അത്ര പൊക്കൊന്നുമില്ല, എവിടെയോ തക്കത അടിച്ചുകൊണ്ട് അങ്ങനെ മരിച്ചു പോയതാ. അപ്പം ഇത് കണ്ടിട്ട് ഹസ്ബൻഡിന്റെ അമ്മ പറഞ്ഞു, തളർന്നു കിടന്നപ്പം ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ, മരിക്കണവരെയും യൂറിൻ പോണതും അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അതെല്ലാം ഞാൻ തന്നെ പറഞ്ഞു, മോളെ ഏതായാലും അവൻ മരിച്ചത് കുരുത്തോ, അല്ലെങ്കിൽ നീ അന്ന് തളർന്നു കിടന്ന പോലെ
ഇപ്പൊ തളർന്നു കിടന്നാൽ എനിക്ക് വർക്കും ഇല്ല ഒന്നുമില്ല, എങ്ങനെ നിങ്ങൾ ജീവിക്കും, അപ്പൊ നല്ലതിന് വേണ്ടി തന്നെ ദൈവം എടുത്തത് നന്നായി എന്ന് പറഞ്ഞു. പിന്നെ അവരുടെ കൂടെ ഇല്ല, അവര് വിളിക്കാൻ പോയ ഇവിടെ ഇഷ്ടമല്ലല്ലോ, ഇവിടെ ആരും വന്നതൊന്നും അന്ന് ഞാൻ ആങ്ങളുടെ അടുത്തല്ലേ നിൽക്കണം, ഇഷ്ടമല്ല. അന്ന് വീടൊന്നും വെച്ച് കിട്ടിയിട്ടില്ലല്ലോ, അവനങ്ങനെ വന്നതും അതാണ് ഞാൻ അവരെ വിളിക്കാറില്ല. അമ്മയ്ക്ക് ഒരു പക്ഷേ ചിലപ്പം അവരുടെ വീട്ടിൽ തന്നെ തുടർന്ന് പോവായിരുന്നെങ്കിൽ. അവരുടെ വീട്ടിലാ? അത് അമ്മ അനിയന്റെ വീട്ടിലാണ് നിൽക്കണം. എന്നോട് ഇടക്ക് വിളിക്കും, ചേച്ചി അനിയന്റെ കെട്ടിയാളും മകളൊക്കെ വിളിക്കും ഇവിടെ വന്ന് നിൽക്കുന്നൊക്കെ. ഞാൻ അങ്ങനെ ആരുടെ അടുത്തൊന്നും പോകാറൊന്നുമില്ല. പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഇഷ്ടപ്പെടേയില്ല. നമ്മ ഇങ്ങോട്ട് തന്നെ വരണ്ടേ, നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അതാ പറഞ്ഞു, നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാതെ നമ്മൾ ഓരോടത്തും പോയി നിന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്നൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും കിട്ടണത്. ഇവിടെ തന്നെ അങ്ങനെ അങ്ങോട്ട് നിന്ന് ഇതുവരെ ആയി. എല്ലാം ദൈവം തന്നെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊണ്ടുവന്നു. അതെ. അപ്പം ഈ ഇതിനെ പറ്റി പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ പോലീസ് സ്റ്റേഷനിൽ? അപ്പം അതിന്റെ ഒരു ഇത് എന്തായിട്ടാ നിക്കുന്നത് ഇപ്പൊ ഒരു കേസ് വേറെ ഒന്നുമില്ല. അപ്പൊ അന്ന് തന്നെ പറഞ്ഞായിരുന്നു, എന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവരോട് മാറണം എന്ന് പറഞ്ഞാല് കുറച്ച് സാവകാശം കൊടുക്കണ കാര്യം അതെല്ലാം രാജേഷ് തന്നെയാണ് എല്ലാരും ഏറ്റേക്കണം. അത് ഏറ്റവും ഒന്നും അങ്ങോട്ട് അമ്മനെ അറിയിക്കാറില്ല. എന്നോട് പറഞ്ഞിട്ട് തലക്ക് വെളി വിട്ടിട്ട് ഫോണൊന്നും കിട്ടാതെ ഇപ്പൊ ഞാനും വിചാരിച്ചു നല്ല കാര്യം ഇവര് ഏറ്റെടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ പ്രതി നമ്മ വിഷമിക്കേണ്ട കാര്യം, എല്ലാ കാര്യങ്ങളും രാജേഷേട്ടനും സീമ ചേച്ചി തന്നെയാണ് നോക്കുന്നത്. അത് കാരണം സമാധാനത്തിൽ അങ്ങനെ നിൽക്കണേന് ദൈവമായിട്ട് അവരെ കൊണ്ടുവന്നു, അവര് തന്നെ എല്ലാം നോക്കി ആ ഒരു സമാധാനം. അല്ലെങ്കിൽ നമ്മ ഇപ്പൊ ആരും ഇല്ലാതെ അയ്യോ അവിടെ എന്തായി കിട്ടുമോ പിടിക്കുന്നൊക്കെ ഒരു ഇതുണ്ടാവില്ലേ, അതൊന്നും ഇല്ലാതെ അത് തന്നെ എന്തെല്ലാം പരാതി ഇങ്ങനെ തുടർന്ന് തന്നെ പോകുന്നുണ്ട് അല്ലേ? അതിനൊരു തീരുമാനം അതിനിപ്പോ ഒരു തീരുമാനമായി, അവര് മാറി തരാം എന്നാണ് പറയുന്നതെങ്കിൽ തിരിച്ചാ വീട്ടിൽ മാറണം. അവര് വീട് പെട്ടെന്നൊക്കെ ഒരു അപ്പൊ അന്ന് അവിടെയും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ അവരും പെട്ടെന്നങ്ങ് മാറാൻ പറഞ്ഞാല് അപ്പൊ രാജേഷിനോട് അവധി ചോദിക്കുക, അങ്ങനെ ഏതാണ്ടൊക്കെ സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താ അവര് തീരുമാനിക്കണം അതുപോലെ. പിന്നെ അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് പോകാന്നാണുള്ള തീരുമാനം. എനിക്ക് ചോദിക്കേണ്ടത്, ഇവിടെ വന്നിട്ട് ആ ഒരു ഇത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം വരെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ, സ്വർഗത്തിലിരിക്കണോ അല്ലെ ഞാനിരിക്കണം. എല്ലാരും നമ്മളെ ചുറ്റിനും നടന്ന് നോക്കണേ, ചേച്ചി ചേച്ചി എന്നും പറഞ്ഞ് നടക്കുമ്പോ തന്നെ നമുക്ക് ആരും വിളിക്കാനില്ലാത്ത സ്ഥലത്താണ് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അന്താപ്പാണ് എനിക്ക് നിൽക്കുന്നത്. പിന്നെ ഇടക്ക് പോയി ഞാനിവിടെ ഇരിക്കും. ഇവിടെ അവരെയൊക്കെ കണ്ടു കഴിയുമ്പോ തന്നെ, അവരെ കണ്ടാൽ തന്നെ മതി. ഇവിടെ ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ടോ പുറത്തൊക്കെ പോയിട്ട്? അവിടെ പോയിരിക്കും, ഹാളിൽ പോയിരിക്കും. അപ്പൊ അവരെയൊക്കെ കാണുമ്പോ തന്നെ എന്റെ പകുതി ആയുസ് പോവും. അതിലൊക്കെ എത്ര ഭേദമാണ് നമ്മുടെ മാനസിക രോഗികൾ വരെയൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ദൈവം എത്ര അങ്ങനെയാണ് ഞാൻ ചിന്തിക്കണത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച, മൗനമായിട്ടാണെങ്കിൽ ഇരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അങ്ങനെ അങ്ങോട്ട് പോകും. ഇവിടെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, ഫുഡെന്ന് ചൊന്നത് അവിടെ ഭക്ഷണം കഴിക്കാതെ. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത കുറ്റം മാത്രമേ ഉള്ളൂ. എനിക്ക് ഷുഗർ ഉള്ള കാരണം അതിനനുസരിച്ചുള്ള ചപ്പാത്തി ആണെങ്കിലും ഒക്കെ കൊണ്ടുവന്നറിയും. മധുരമില്ലാത്ത ചായ ഒന്നും കുടിക്കാത്ത ഞാൻ എവിടെ നിന്ന് ചായ ഒക്കെ കുടിക്കട്ടെ, മധുരമില്ലാത്ത ചായ അതങ്ങ കൊണ്ടുവന്ന് തരും. അവിടെ അതും കൂടി കിട്ടാതെ ഇരിക്കണായിരുന്നല്ലേ. പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പിന്നെ എത്ര സമയം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സൂര്യ മറ്റേ പാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് അവര് കൊറേ നേരം അവിടെ ചെലവഴിച്ച്. അങ്ങനെ ഇപ്പൊ എന്തായാലും നല്ല ഭയങ്കര സന്തോഷം. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും സമാധാനമായിട്ട് ഇരിക്കുകയാണ്, ഇനി ഒരു തിരിച്ചുവരവ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ സിനിമയിലേക്ക്? അതെ, പണ്ടത്തെ സിനിമ അല്ലല്ല, ഇപ്പൊ സിനിമ ലോകമേ മാറി. അപ്പൊ നമുക്കൊക്കെ വേഷം കിട്ടുമോന്ന് അറിയില്ല. കിട്ടണമെങ്കിൽ ചെയ്യാൻ ചേച്ചി തയ്യാറാണല്ലേ? ഇനി വരും, ഇനിയാണ് ടീച്ചർ നല്ല സമയങ്ങൾ കടക്കാൻ പോകുന്നത്. ഒരുപാട് ഇതേപോലെ അമ്മ വേഷങ്ങളും അങ്ങനെ ഒരുപാട് വേഷങ്ങൾ ടീച്ചർ തേടി എത്താൻ ഇനി കടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും അല്ല നമുക്ക് തോന്നി പോണത്. അല്ല, എല്ലാവർക്കും ഒരു പാഠമാട്ടെ. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ജീവിതം ആരും ഇവിടെ വയസ്സായി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു തിരിച്ചടി കിട്ടിയേക്കണമെന്ന് ഓർക്കണം. നമ്മളെ നല്ല പ്രായത്തിൽ ശരി ഞാൻ അഭിനയിച്ച് കാശ് അങ്ങനെ അന്നും ഇല്ല ഇന്നും ഇല്ല. അപ്പൊ അവസാന സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് താങ്ങാൻ പറ്റില്ല പോലെ. അതാണ് ഇതിപ്പം അന്ന് ആക്കുമ്പോ വീട്ടുകാര് ഫുള്ള് ഇപ്പൊ ഈ പറയുന്ന അനിയത്തിയാലും സപ്പോർട്ട് ചെയ്യുന്നു, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ല, നല്ല രീതിക്ക് പോകുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പം അത്രയും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ നമ്മളെ തള്ളി പറയുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആക്ച്വലി നമുക്ക് സഹിക്കാൻ പറ്റാത്ത. അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ കൂടെ നിൽക്കണ അനിയത്തി എന്ന് പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഞാൻ അവർക്ക് കേൾക്കണം. അപ്പൊ മറ്റുള്ള ആൾക്കാർക്ക് അവർക്കുണ്ട് അവർക്ക് മാത്രം എല്ലാം ചെയ്യണം, ഞങ്ങൾക്കൊന്നും ചെയ്യണില്ല, അങ്ങനെയൊക്കെ പരാതി കുറെ കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ എൻ്റെ ഇളയ അനിയത്തി അന്നും ഇന്ന് എവിടെയാണെങ്കിലും എന്നെ ഒന്ന് ഫോൺ ചെയ്യാനാ ഒക്കെ അവളെ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരും ഉണ്ടായിട്ടില്ല. ഇപ്പം ഇങ്ങോട്ട് പോരാൻ നേരത്താണെങ്കിലും
ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ പോകാതിരിക്കാൻ അവര് ഒരു കുടുംബമായിട്ടൊക്കെ ജീവിക്കണല്ലേ. അവരാരെങ്കിലും വന്ന് കണ്ടായിരുന്നോ ഇവിടെ വന്നതിന് ശേഷം? ഇവിടെ വരാനാ, അത് എറണാകുളം വിട്ട് എവിടെയും പോകാത്ത ആൾക്കാരാ. അതെയോ? ഞാനപ്പോ വിളിച്ചത് ഞാൻ പറയാം, എന്നെ കാണാൻ ആരും ഇങ്ങോട്ട് വരണ്ട, എന്റെ കൂട്ടുകാരത്തെയൊക്കെ വിളിക്കണുണ്ട് ഇത് കണ്ടിട്ട്, കരഞ്ഞോണ്ടാ വിളിക്കണ. അപ്പൊ വരാം എപ്പോഴെങ്കിലും ഒരു ദിവസം. എനിക്ക് അങ്ങനെ വേണ്ട, ആരും വേണ്ട. ഇന്ന് ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ എന്റെ ബന്ധവും സ്വന്തവും അമ്മയും അപ്പനും എല്ലാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് നടക്കുന്നത് ഒന്നും അറിയുന്നില്ല, ഒക്കെ ഇവര് ഏറ്റെടുത്തേക്കാണ്. എന്റെ സഹോദരനും സഹോദരി അപ്പനും അമ്മയും എല്ലാം ഇനി ഇവര് തന്നെയാ. ഞാൻ അവിടെ നിന്ന് കിട്ടാൻ നമ്മളെ പരാതി അല്ലാതെ വേറെ ഒന്നും ഇപ്പൊ ചാനലുകാരോട് അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള പരാതിയും കേൾക്കണ്ട. ചോദിക്കണേന് ഞാൻ എന്റെ ജീവിതമാണ് ഞാൻ പറഞ്ഞത്, അല്ല ഞാനൊന്നും ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇനി കേൾക്കണ്ടല്ലോ. ഇപ്പൊ മുറിവുറുപ്പുണ്ടല്ലോ, അവൻ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പറഞ്ഞു, എനിക്ക് കേൾക്കണ്ട, താല്പര്യമില്ല. എന്റെ ഇത്രയും നാളെ അനുഭവിച്ചത് ആരും ഉണ്ടായില്ല, ആരോടൊന്നും പറഞ്ഞിട്ടും ഇല്ലല്ലോ. ഞാൻ തന്നെ സഹിച്ച് ഞാൻ തന്നെ നിന്ന് ദൈവം എന്നെ ഇങ്ങനെ നിർത്തി, അല്ലെങ്കിൽ പണ്ടേ ഇവിടെ നിന്നൊക്കെ വിട്ടുപോകണ്ടായിരുന്നു. ഇനി പറയാച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ചേച്ചിക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഇവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടാവട്ടെ. അതുപോലെ ഇനിയിപ്പം ഈ കേസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, പരാതിയുടെ കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് വന്ന് ഒരു ഇതേപോലെ തന്നെ നല്ല സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. ഇനി മറ്റുള്ള ആൾക്കാരുടെ കാര്യങ്ങളൊന്നും അധികം നോക്കണ്ട. ഇനി ഒരു കാര്യം നോക്കണ്ട, അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു. ഇനി സ്വന്തമായിട്ടുള്ള ഇതേപോലെ ഇങ്ങനെ ഷുഗർ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അല്ലേ, അതിന്റെ മരുന്നൊക്കെ കറക്റ്റ് ആയിട്ട് കഴിക്കണം. ഇല്ല, അത് മുടക്കിയിട്ടേക്കണേ, ഇതെല്ലാം മതിയാക്കിയിട്ടേക്കണായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പൊ കൊണ്ടുപോയി ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോ നല്ല കൂടുതലുണ്ട്. അപ്പം അവിടെ ഉള്ളപ്പോ ഇതൊന്നും നോക്കിയിരുന്നില്ല, ഒന്നും ചെക്ക് ചെയ്യാറില്ല അല്ലേ? എന്തിനാ ജീവിക്കണേ എന്നുള്ളൊരു ഇങ്ങനെ ഓരോ വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ എന്നിൽ തന്നെ ഞാൻ ചുരുങ്ങിയാണ് നിന്നേച്ചത്. അപ്പൊ ദൈവം അത് വേണ്ടെന്ന് വെച്ചിട്ട്. അല്ല, ഈ അനിയത്തിയുടെ മകള് ഇപ്പൊ അടുത്തല്ലേ മാറി നിക്കാൻ തുടങ്ങിയത്? അതുവരെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവള് രണ്ടുപേരെ കല്യാണം കഴിഞ്ഞാണേ. ആണല്ലേ? അവരവിടെയാണ്. പിന്നെ മൂത്തതാണ് അവളാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ പോലെ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ പേരെ കുഞ്ഞാ. അവളിപ്പോ കുവൈറ്റിൽ പോയിട്ട് 5-6 മാസമായിട്ടുള്ളൂ. അവളാണ് അവിടെ ഭയങ്കര കരച്ചില് എന്ന് വെച്ചാൽ. അതുപോലെയാണ് ഞാൻ ഒരു അമ്മനേലും കാര്യമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അവൾക്ക് ഞാൻ കൊടുത്തേക്കണ ഒരു ഉപദേശം ഇത്രയുള്ളായി. 2 മക്കളേ ഉള്ളു പെണ്ണുങ്ങള്. മോളെ എന്നെപ്പോലെ ആകരുത്, നിനക്ക് വേണ്ടി നിന്റെ മക്കൾക്ക് വേണ്ടി നീ ജീവിക്കണം. ഒരു പാഠം ഞാനിയാണ്, എന്നെ ജീവിതത്തിൽ നോക്കിയാൽ മതി എന്ന് ഒരു ഉപദേശം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്തായാലും ആ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെടാം, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇനി വേണ്ട. അതൊന്നും ഓർത്ത് ഞങ്ങൾക്ക് ഒരു സങ്കടം ഇല്ല. എൻ്റെ ആ എല്ലാത്തിനും ഞാൻ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണേ. എനിക്ക് പറ്റണത് പ്രാർത്ഥിക്കുക, ദൈവം അവർക്ക് നല്ലത് കൊടുക്കട്ടെ, അത്രയോ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ അവരെ നമുക്ക് പ്രാകാരം പിന്നെ ഓർക്കുമ്പോ സങ്കടപ്പെട്ടു എന്നെ ചെയ്ത. അതിപ്പോ ഞാൻ എന്നെ മരിച്ചു കിടത്തിയാലും ഞാൻ ഇത് പറഞ്ഞാൽ ഞാൻ കരയും. അതുപോലെ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. അതെ, അറിയാം. കാരണം അത്രയും അവനവന്റെ കാര്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചു. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരുപാട് കുറ്റവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടെന്ന് അറിയാം. അപ്പൊ എന്തായാലും ഇത്രത്തോളം ആയിട്ട് ഇപ്പം സമാധാനമായിട്ടാണ് ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി അതിങ്ങനെ തുടർന്ന് പോട്ടെ. ഇനി വേറെ ഒരു കാര്യം ആലോചിക്കേണ്ട. നമുക്കിനി ആ കേസായിട്ട് അതിങ്ങനെ വിജയിച്ച വീടും തിരിച്ചു. അതെ, ഇവരെല്ലാവരും നോക്കിക്കോളും. ഇപ്പൊ ഇനി അങ്ങനെ അതേപോലെ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിച്ച് അസുഖത്തിനുള്ള മരുന്നൊക്കെ കഴിച്ച് എല്ലാം സമാധാനം. ഇനി അത് മാത്രം മതി തലയില്, വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങനെ എല്ലാം തുടർന്ന് അടിപൊളിയായിട്ട് പോട്ടെ. ഇത്ര നേരം എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ആശ്വാസം. കാരണം ഇങ്ങനത്തെ ഓരോ വിഷമങ്ങൾ കേൾക്കുമ്പോഴേ ഞാനൊക്കെ എന്തിനാ വെറുതെ എൻ്റെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ വിഷമിക്കണം. ഇത്രയും വിഷമം ചേച്ചി അനുഭവിച്ചിട്ടും ചേച്ചി ഇവിടെ ഇങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല. അപ്പം അത് കാണുന്ന പ്രേക്ഷകർക്കായാലും അതൊരു പാടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. അതിനൊരു കാര്യമുള്ളൂ, നമ്മൾ ദൈവത്തിന് കൂട്ടുപിടിക്കുക. ദൈവം തന്ന ഒരു വഴികളും ശക്തിയും വേറൊരു മനുഷ്യരും തരാൻ പറ്റില്ല. ദൈവം ഇടപെട്ടുകൊണ്ടാണ് ഈ നല്ല ആൾക്കാരെ കാണാനും ഇപ്പം ഞാനിങ്ങനെ വരാനും ഒക്കെ ഇടവന്നേക്കണം. ദൈവത്തിനെ കൂട്ടുപിടിച്ച് നടന്നാൽ എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എല്ലാം ശരിയാവട്ടെ. ഇനി അങ്ങോട്ട് അടിപൊളിയായിട്ട് പോകട്ടെ. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഹൃദയം തൊട്ട് ഞാൻ പറയാം, ഒരുപാട് നന്ദി. താങ്ക് യു.